മലയാളത്തിൻ്റെ മഹാനടന് അത്തരത്തിലൊരു പ്രചരണത്തിൻ്റെ ഭാഗമായി മനസ്സിന് വിഷമമോ പ്രയാസമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് CPIM-ൻ്റെ ഏതെങ്കിലും ആളുകൾക്ക് അതിൽ ബന്ധമുണ്ട് എന്ന് കരുതുന്നുണ്ടെങ്കിൽ, ഈ ഘട്ടത്തിൽ പരസ്യമായി അദ്ദേഹത്തോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. നമസ്കാരം. അവസാനം പിണറായി വിജയൻ മമ്മൂട്ടിയോട് കാല് പിടിച്ച് മാപ്പ് പറഞ്ഞിരിക്കുകയാണ്. വയനാട് ജില്ലാ സെക്രട്ടറി സിദ്ദിഖ് ചെയ്തത് തെമ്മാടിത്തരമാണ്, വിവരമില്ലായ്മയാണ്, അറിവില്ലായ്മയാണ്, അങ്ങനെയെല്ലാം പറഞ്ഞിട്ടാണ് കാല് പിടിച്ചിരിക്കുന്നത്. അതായത് ഈ അടുത്ത ദിവസമാണ് മമ്മൂട്ടി ദുരിതത്തിൽപ്പെട്ട ആളുകൾ, മുണ്ടക്കൈ ദുരിതത്തിൽപ്പെട്ടവർക്ക് വീടുണ്ടാക്കി കൊടുത്ത സ്ഥലം സന്ദർശിക്കാൻ എത്തിയത്. ഔദ്യോഗികമായ സന്ദർശനമായിരുന്നില്ല, ഫംഗ്ഷനിലേക്ക് വന്നതല്ല, സ്ഥലം കാണുക എന്നുള്ള ഉദ്ദേശത്തോടെ. എന്നാൽ അദ്ദേഹത്തോട് ചേർത്ത് നിന്നിട്ടാണ് വയനാട് ജില്ലാ CPM സെക്രട്ടറി കടന്നു പോയത്. ഇതിൽ അവസാനം വെറുത്ത് ദേഷ്യം പിടിച്ച് മമ്മൂട്ടി പറഞ്ഞു, മാറി നിൽക്ക് എന്ന് പറയുന്നു. അങ്ങനെയാണ് അദ്ദേഹം ഈ പറയുന്ന ഇത് വലിയ വാർത്തയാവുന്നത്. പത്രക്കാർ കേൾക്കുകയാണ് പറഞ്ഞത്. മാത്രമല്ല അദ്ദേഹം പറഞ്ഞു, ഇത് പാവപ്പെട്ട ആളുകളുടെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ള, അവരുടെ വേർപ്പിൻ്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ള, അവരോരോരുത്തരും കൊടുത്ത തുട്ടുകൾ കൊണ്ടാണ് ഈ വീടുണ്ടാക്കിയത്. ഗവൺമെൻറ് സ്വന്തമായി ഉണ്ടാക്കിയതല്ല. ഇത് ഏതെങ്കിലും ഗവൺമെൻറ്റിൻ്റെ സ്വന്തമായി പറയാനുള്ള അവകാശപ്പെടാനുള്ള സ്ഥാനമല്ല എന്നുകൂടി അദ്ദേഹം പറയുകയുണ്ടായി. ഇതിനെക്കുറിച്ച് വളരെ വിശദമായി രാജശേഖരൻ നായർ എന്നോട് സംസാരിച്ചതാണ് ഞാൻ ഇപ്പോൾ പുറത്തുവിടുന്നത്. അദ്ദേഹം തീർത്തു പറഞ്ഞിരിക്കുകയാണ്, മമ്മൂട്ടി ജീവിതത്തിൽ റിയൽ ഹീറോയാണ്, സിനിമയിൽ അങ്ങനെയല്ല. ഒരേ സമയത്ത് സിനിമയിൽ അദ്ദേഹം ചെയ്യുന്നത് എങ്ങനെയാണ്, 4, 5, 6 ആളുകളെയൊക്കെ അടിച്ചു വീഴ്ത്തുകയാണ്. എന്നാൽ ജീവിതത്തിൽ ഇപ്പോഴാണ്, സിനിമയിൽ അദ്ദേഹം ഒരു മണ്ണാങ്കട്ടയുമല്ല, എന്നാൽ ജീവിതത്തിൽ അദ്ദേഹം റിയൽ ഹീറോ ആയിരിക്കാണ്. പിണറായി വിജയനോട് നേരിട്ട് പറഞ്ഞിട്ട്, അതേ സെക്രട്ടറിയോട്, CPM സെക്രട്ടറിയോട് മാറി നിൽക്കണ എന്ന് പറഞ്ഞിട്ട്, അതേപോലെ വീടുണ്ടാക്കിയത് ഗവൺമെൻറ്റിൻ്റെ പൈസ കൊണ്ടല്ല, പാവപ്പെട്ട ആളുകൾ നൽകിയ പണം കൊണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തെ ഇപ്പോൾ ശരിക്കും ബഹുമാനിക്കേണ്ട വിധത്തിൽ റിയൽ ഹീറോ ആക്കി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മളൊക്കെ അദ്ദേഹവുമായി സംസാരിച്ച ഫോൺ സംഭാഷണം കേൾക്കാം. നമസ്കാരം. നമസ്തേ നന്ദകുമാർ. നമ്മുടെ മമ്മൂട്ടി കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ മാത്രമല്ല, ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ഒരു നടനാണ് മമ്മൂട്ടി. മമ്മൂട്ടി പല നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത അത്രയുള്ള കഴിവുള്ള കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാറുണ്ട്. ഒരേ സമയത്ത് കുറേ ആളുകളെ ഇടിച്ച് തകർത്തുന്ന രംഗങ്ങളെ കാണാറുണ്ട്. ഇതൊക്കെ സിനിമയിലെ രംഗങ്ങളാണ്. എന്നാൽ ഇപ്പോൾ അദ്ദേഹം വലിയൊരു വിവാദത്തിൽ വന്നിരിക്കുകയാണ്. നമ്മുടെ മുഖ്യമന്ത്രി തന്നെ, പിണറായി വിജയൻ തന്നെ മാപ്പ് പറയാൻ തയ്യാറായി വന്നിരിക്കുകയാണ്. അതായത് വയനാട്ടിൽ CPM ജില്ലാ സെക്രട്ടറി റഫീഖിന്റെ കൂടെയുള്ള ഒരു യാത്രയിൽ അദ്ദേഹത്തിന് റഫീഖിന്റെ പെരുമാറ്റം ദുസ്സഹമാവുകയും വിട്ടു നിൽക്കാൻ പറയുകയും, മാത്രമല്ല ഈ ഫണ്ടെല്ലാം മുണ്ടക്കൈ ദുരിതബാധിതർക്ക് ഉണ്ടാക്കിയ വീട് അത് നാട്ടുകാരുടെ പണമാണെന്ന് പരസ്യമായി വിളിച്ചു പറയുകയും ചെയ്ത ഒരാളാണ് മമ്മൂട്ടി. ഇതിനെക്കുറിച്ച് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? തുടക്കത്തിലെ നന്ദകുമാരെ പറയട്ടെ, മമ്മൂട്ടി ഒരു മഹാനടനാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. തുടക്കത്തില് അതൊരു ആക്ടർ എന്നുള്ളത്. പുള്ളിയുടെ സിനിമയിൽ കാണുന്ന ഹീറോയിസത്തിനോട് എനിക്ക് പരമ പുച്ഛവുമാണ്. ഒരു കൈകൊണ്ട് എടുത്ത് 4 പേരെ തെറിപ്പിക്കുന്നതൊക്കെ അട്ടർ കണ്ടംപ്റ്റോട് കാണുന്നു. പക്ഷേ മമ്മൂട്ടി ഒരു റിയൽ ഹീറോയായി ഞാൻ കണ്ടത് ഈ വയനാട് വെച്ചാണ്. ദാറ്റ്സ് ദ റിയൽ ഹീറോ. പുള്ളി പറയുന്നത്, നിങ്ങൾ എപ്പോഴും എൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കണമെന്നില്ല, മാറി നിൽക്കൂ, ഞാൻ നിങ്ങൾ വിളിച്ചിട്ടാണ് വന്നതെന്ന് തോന്നും. മമ്മൂട്ടി വയനാട് CPM ജില്ലാ സെക്രട്ടറിയോട് പറഞ്ഞ ഈ 3 വാചകങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. മമ്മൂട്ടി ഇതുവരെ അവതരിപ്പിച്ച സൂപ്പർ ഹീറോ നായകന്മാരുടെ അതിഭാവുകത്വമുള്ള ആക്ഷനുകളെക്കാൾ, പഞ്ച് ഡയലോഗുകളെക്കാൾ, മാസ് എൻട്രിയേക്കാൾ ഒക്കെ പവർഫുൾ ആയിരുന്നു ശാന്തമായി പറഞ്ഞ ആ 3 വാചകങ്ങൾ. കാരണം ഹീറോയിസത്തിന്റെ പ്രഭാവലയം മാച്ചു കളഞ്ഞാൽ മിച്ചമുണ്ടാകുന്നത് എന്തോ അതാണ് ഹീറോയിസം. ഒരു പ്രഭാവലയം നമ്മൾ ഹീറോയിസത്തിന് കാണിക്കും, അത് മാറ്റിക്കളഞ്ഞാൽ മിച്ചമുള്ളതാണ് യഥാർത്ഥത്തിൽ ഹീറോയിസം. നമ്മൾ പക്ഷേ ഹീറോയിസത്തെയും ഹീറോയെയും എല്ലാം ഒന്നായി കാണുന്നു. അത് നമ്മുടെ പ്രശ്നമാണ്. അല്ലെങ്കിൽ നാളിതുവരെ നമ്മൾക്ക് ലഭിച്ച ഇമേജുകളിൽ നിന്ന് നമ്മൾ സൃഷ്ടിച്ച സൂപ്പർ ഇമേജ് ആകാം ആ ഹീറോയിസത്തിന്റെ. ഉദാഹരണത്തിന്
പ്രധാനമന്ത്രിയെ കുറിച്ച് അവതരിപ്പിക്കുന്നതിന് 56 ഇഞ്ച് നെഞ്ചളവുള്ള ആൾ എന്താണ്? നെഞ്ചിന്റെ ഇഞ്ചളവല്ല ഒരാളെ ഹീറോ ആക്കുന്നത്, സ്വന്തം നിലപാടുകളാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ വ്യക്തി എടുക്കുന്ന ധീരമായ നടപടികളാണ് അയാളെ ഹീറോ ആക്കുന്നത്. ധീരമായ നടപടി എന്നാൽ തെലുങ്ക് നടൻ ബാലകൃഷ്ണ പറന്നുയരുന്ന ഹെലികോപ്റ്റർ പിടിച്ച് താഴ്ത്തുന്ന അല്ല. ചുറ്റും ശത്രുക്കൾ ബോട്ടിൽ നിന്ന് വെടിവെക്കുമ്പോൾ നടുക്ക് ഒരു കൊച്ചുവള്ളത്തിൽ നിന്ന് വെടിയുണ്ടകളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഇതയക്കനി എന്ന തമിഴ് സിനിമയിലെ MGRന്റേതല്ല. 2 ശത്രുക്കളും ഒരു വെടിയുണ്ടയും മാത്രമാകുമ്പോൾ റിവോൾവറിന്റെ മുമ്പിൽ കത്തിയുടെ വായ്ത്തല പിടിച്ച് ഒരു ബുള്ളറ്റിനെ 2 മുറിച്ച് 2 പേരെയും കൊല്ലുന്ന രജനീകാന്തിൻ്റെതുമല്ല. എതിർക്കാൻ വരുന്നവരെ അടിച്ച് ആകാശത്തോടി പറപ്പിക്കുന്ന മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും അല്ല. സ്വന്തം രക്ഷയോ കാത്തിരിക്കുന്ന കാമുകിയുടെ ജീവിതമോ കാണാതെ വെള്ളത്തിൽ വീണവരെ രക്ഷിക്കാൻ ശ്രമിച്ച് മരിക്കുന്ന എന്നുമെന്നും നിന്റെ മൊയ്തീനിലെ പൃഥ്വിരാജിൻ്റെതുമല്ല. ഹീറോയിസം ആരുടെ മുന്നിലും കൂസാതെ സ്വന്തം നിലപാടുകളെ വ്യക്തമാക്കുന്നതാണ്. അത് പൊടിപ്പും തൊങ്ങലുമില്ലാതെ. അത്തരമൊരു ഹീറോയിസമാണ് സഞ്ജു സാംസൺ 2020 ലോകകപ്പിൽ കാണിച്ചെന്ന്. അതിൽ അതിഭാവുകത്വമില്ല, കളിയിലെ മികവാണുള്ളത്. സ്വന്തം തെറ്റുകൾ തിരുത്തി സ്വയം പാകപ്പെടുത്തിയ ഒരു ക്രിക്കറ്ററുടെ റിയൽ ഹീറോയിസം. ഇത് സിനിമയിലെ ഹീറോയിസമായി മാറുമ്പോൾ ആ ക്രിക്കറ്ററെ അവതരിപ്പിക്കുന്ന ഹീറോ ഒറ്റയടിക്ക് തന്നെ 100 റൺസ് എടുക്കുന്ന ഹീറോ ആയി മാറും. ആ നുണയാണ് 56 ഇഞ്ച് നെഞ്ചളവിന്റെ ഹീറോയിസം, ഇരട്ട ചങ്കിന്റെ ഹീറോയിസം. അതല്ല മമ്മൂട്ടി ഇവിടെ കാണിച്ചത്. പക്ഷെ നമ്മുടെ രാഷ്ട്രീയ ചർച്ചയിൽ നമ്മൾ കേൾക്കുന്ന ഹീറോയിസം എന്തൊക്കെയാണ്? ഇരട്ടച്ചങ്കുള്ള പിണറായി, ഉദയസൂര്യൻ പിണറായി, കാരണഭൂതൻ പിണറായി, ബ്രണ്ണൻ കോളേജിലെ ഊരിപ്പിടിച്ച വാളിനും കഠാരയ്ക്കും നടുവിലൂടെ നെഞ്ചുവിരിച്ച് നടന്നുപോയ പിണറായി, അല്ലെങ്കിൽ ബ്രണ്ണൻ കോളേജിലെ ചട്ടമ്പി പിണറായിയെ വെറുതെ വിട്ട കളരി അഭ്യാസിയായ കെ സുധാകരൻ, കഴുത്തിൽ തറച്ച വെടിയുണ്ടയുമായി ജീവിച്ച് സ്വന്തം കരുത്തുകൊണ്ട് വെടിയുണ്ട അലിയിച്ച് ശരീരത്തിൽ ലയിപ്പിച്ച് ചേർത്ത് EP ജയരാജൻ, മേഘമുള്ളപ്പോൾ ശത്രുവിന്റെ റഡാറിൽ ഒന്നും തെളിയില്ല എന്നും അതുകൊണ്ട് കയറി അടിച്ചോടാ എന്ന് എയർഫോഴ്സിനോട് ഉത്തരവ് കൊടുത്ത നരേന്ദ്രമോദിയെ, ഹൈസ്കൂൾ പഠനം പോലും പൂർത്തിയാകാതെ എൻഡയർ പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദം നേടിയ മഹാമാന്ത്രികനായ മോദി, 56 ഇഞ്ച് നെഞ്ചളവും ഇരട്ടച്ചങ്കുമൊക്കെ കവലച്ചട്ടമ്പിമാർക്ക് ചേരുന്ന അതിഭാഗവത്വം നിറഞ്ഞ വിശേഷണങ്ങളാണ്, രാഷ്ട്രീയ നേതാവിന് ചേരുന്ന അല്ല. ലാൽ ബഹാദൂർ ശാസ്ത്രിക്ക് പൊക്കം കുറവായിരുന്നു, നെഞ്ചളവ് ഇതിന്റെ പകുതി പോലും ഇല്ലായിരുന്നു. സ്ത്രീ ആയിരുന്നിട്ടും ഇന്ദിരാഗാന്ധിക്ക് 56 ഇഞ്ച് നെഞ്ചളവില്ലായിരുന്നു. പക്ഷേ അമേരിക്കയുടെ 7th ഫ്ലീറ്റ് ഇന്ത്യൻ ഓഷ്യനിൽ എത്തിയെന്നറിഞ്ഞപ്പോൾ അവരുടെ മുട്ടു വിറച്ചില്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിന് നേതൃത്വം നൽകിയ ഗാന്ധിജിയും ഇരട്ടച്ചങ്കോ 56 ഇഞ്ചോ നെഞ്ചളവൊന്നുമില്ല, വളരെ വളരെ മെലിഞ്ഞ ദുർബലനായ ഒരു മനുഷ്യനായിരുന്നു. പാർട്ടി വിട്ടുപോയ TP ചന്ദ്രശേഖരനെ കൊത്തി നിറുക്കാൻ ഇരട്ടച്ചങ്കുള്ള ഗൂണ്ടയെ വേണമായിരിക്കാം. പക്ഷേ ജയിൽ തടവുകാർക്ക് കിട്ടുന്നതിനേക്കാൾ കുറഞ്ഞ മാസവരുമാനം കിട്ടുന്ന ആശാ വർക്കേഴ്സിന് സമരത്തോട് അനുഭാവം കാണിക്കാൻ രാഷ്ട്രീയ നേതാവിന്റെ മാനവിക മുഖമാണ് വേണ്ടത്. അതാണ് രാഷ്ട്രീയത്തെ ഹീറോയിസം. ആ മാനവിക മുഖം പക്ഷേ മോഹൻലാലിനെ കൊണ്ട് ഇന്റർവ്യൂ നടത്തുമ്പോഴുള്ള സൗമ്യ മുഖം കൊണ്ട് മാത്രം ഉണ്ടാകില്ല. അതിന് രാഷ്ട്രീയ പക്വത വേണം. അതാണ് രാഷ്ട്രീയ നേതാവിന്റെ ഹീറോയിസം. ഇത്തരം ഹീറോയിസം മാറ്റിവെച്ച് നോക്കുമ്പോഴാണ് മമ്മൂട്ടി വയനാട് ടൗൺഷിപ്പ് സന്ദർശനത്തിനിടെ CPM ജില്ലാ സെക്രട്ടറി K റഫീഖിനോട് പറഞ്ഞ കാര്യം യഥാർത്ഥ ഹീറോയിസം ആകുന്നത്. കാരണം അതൊരു നിലപാടാണ്. അത് പറഞ്ഞത് മാധ്യമങ്ങൾ കേൾക്കെയാണ്, എന്നാൽ പൊട്ടിത്തെറിച്ചുകൊണ്ടല്ല. മാറ്റർ ഓഫ് ഫാക്ട്. താൻ ഇപ്പോഴും CPMന്റെ ചാനൽ കൈരളിയുടെ ചെയർമാനാണെന്ന ബോധ്യത്തോടുകൂടി തന്നെ പറഞ്ഞ കാര്യം. ഇതേ ഹീറോയിസമാണ് 2025 നവംബർ മാസത്തിലെ കേരള പിറവിയോടനുബന്ധിച്ച് കേരള സർക്കാർ കൊട്ടി ആഘോഷിച്ച അതിദാരിദ്ര്യ മുക്ത കേരളം എന്ന പരിപാടിയിൽ പിണറായി വിജയനെ സ്റ്റേജിലെത്തിക്കൊണ്ട് മമ്മൂട്ടി പറഞ്ഞത്. കോട്ട്: അതിദാരിദ്ര്യം മാത്രമേ മാറിയിട്ടുള്ളൂ, ദാരിദ്ര്യം മാറിയിട്ടില്ല. അതാണ് വെല്ലുവിളി. രാജപാതകളും കെട്ടിടങ്ങളും മാത്രമല്ല വികസനം, വിശക്കുന്ന വയറുകൾ കണ്ടുകൊണ്ടായിരിക്കണം വികസനം. അൺകോട്ട്. വാസ്തവത്തിൽ ഇതാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ വികസന കാഴ്ചപ്പാട്. ഇതായിരിക്കണം. കാരണം ഡെവലപ്മെന്റ് ഈസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന കാഴ്ചപ്പാടാണത്. അതൊരു കമ്മ്യൂണിസ്റ്റ് നേതാവാണെന്ന് അവകാശപ്പെടുന്ന പിണറായി വിജയന്റെ മുഖത്ത് നോക്കി പറഞ്ഞതാണ് മമ്മൂട്ടിയുടെ ഹീറോയിസം. ആ ഹീറോയിസത്തിന്റെ പൊടിപ്പും തൊങ്ങലുമില്ലും ആർഭാടവും കെട്ടുകാഴ്ചകളും ഇല്ലാതെ ആ തനത് ഹീറോയിസത്തിന്റെ ആവർത്തനമാണ് നമ്മൾ വയനാട് കണ്ടത്. ഒരു കാര്യം വ്യക്തമാക്കുന്നതിന് മുൻപും പിൻപും അതേ കാര്യവുമായി ബന്ധപ്പെടുത്തി പറയുന്ന കാര്യങ്ങളുടെ കൂടി പശ്ചാത്തലത്തിൽ വേണം ആ പറഞ്ഞ കാര്യത്തിന്റെ എസൻസ് വിലയിരുത്താൻ. വയനാട്ടിലെ ടൗൺഷിപ്പ് കാണാൻ പോയ മമ്മൂട്ടിയോട്
സംസാരിച്ച പത്രപ്രവർത്തകരോട് മമ്മൂട്ടി ഇതൊരു സോഷ്യൽ ക്യാപിറ്റൽ ആണെന്നാണ് പറഞ്ഞത്. സോഷ്യൽ നെറ്റ്വർക്കിങ്ങിൽ കൂടെ ജനങ്ങൾ പൊതുവായ ഒരു പ്രശ്നം പരിഹരിക്കുകയോ പരസ്പരം വിശ്വാസം ഊട്ടി ഉറപ്പിക്കുകയോ ഒരു വ്യക്തിയുടെയോ സമൂഹത്തിലെ ഒരു വിഭാഗത്തിന്റെയോ പ്രശ്ന പരിഹാരത്തിന് കൂട്ടായി പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്യുന്നതിനെയാണ് സോഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. വാസ്തവത്തിൽ വയനാട് ആ സോഷ്യൽ ക്യാപിറ്റലിന്റെ റിസൾട്ടാണ്. വയനാട് ദുരന്തത്തിൽ നിന്ന് അതിന്റെ ഇരകളായി മാറിയ മനുഷ്യരെ സഹായിക്കാൻ പൊതുജനം നൽകിയ സംഭാവനയിൽ നിന്നാണ് പുനരധിവാസ പാക്കേജിന്റെ ഭാഗമായി പുതിയ വീടുകൾ നിർമ്മിച്ചത്. അത് ഗവൺമെന്റിന്റെ ഭാഗമായി ചിത്രീകരിക്കുന്ന തെറ്റാണ്. അതിനേക്കാൾ വലിയ തെറ്റാണ് അത് ഇടതുപക്ഷ സർക്കാരിന്റെ വിജയമായി വ്യാഖ്യാനിക്കുന്നത്. കാരണം അത് സോഷ്യൽ ക്യാപിറ്റലാണ്. ഇത് ജനങ്ങളുടെ വിജയമാണ് എന്ന് മമ്മൂട്ടി പറഞ്ഞപ്പോൾ ഇടതുപക്ഷം വീണ്ടും ജയിക്കുമെന്നല്ലേ അതിനർത്ഥം എന്ന് ഏതോ ഒരു സഖാവ് പത്രപ്രവർത്തകൻ ചോദിച്ചു. അങ്ങനെയല്ല പറഞ്ഞതെന്ന് മമ്മൂട്ടി തിരുത്തി. അതാണ് ഹീറോയിസം. ജില്ലാ സെക്രട്ടറിയെ അപമാനിച്ച മമ്മൂട്ടിക്കെതിരെ സൈബർ സഖാക്കൾ ഉറഞ്ഞു തുള്ളി. ഈ ഡിജിറ്റൽ യുഗമായതുകൊണ്ട് മമ്മൂട്ടിയുടെ ഭാഗ്യം ഉറഞ്ഞു തുള്ളുന്നത് സോഷ്യൽ മീഡിയയിൽ കൂടെ മാത്രമേ ആകുന്നുള്ളൂ. 10-15 വർഷത്തിന് മുമ്പായിരുന്നെങ്കിൽ നെഞ്ചിൽ റീത്ത് വെച്ചേനെ. കുലംകുത്തി, പരനാറി, നികൃഷ്ടജീവി എന്നൊക്കെ കാരണഭൂതൻ മന്ത്രം ചൊല്ലിക്കൊടുത്തേനെ. താൻ വ്യക്തിപരമായി അപമാനിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്ന് പിന്നീട് മമ്മൂട്ടി ജില്ലാ സെക്രട്ടറിയോട് ഫോൺ വിളിച്ചു പറഞ്ഞു. അതും അയാളുടെ ഹീറോയിസമാണ്. സ്വന്തം നിലപാട് വ്യക്തമാക്കുന്നു. അല്ലാതെ വിപ്ലവം ഫേസ്ബുക്കിലൂടെ എന്ന പുതിയ വിപ്ലവ ആഹ്വാനം കണ്ട് ഭയന്നിട്ടായിരിക്കില്ല. സൈബർ സഖാക്കൾക്ക് ചോദിക്കാവുന്ന മറ്റു ചില ചോദ്യങ്ങൾ കൂടിയുണ്ട്. ലാവ്ലിൻ കേസ് എന്തായി? ബിരിയാണി ചെമ്പിലെ സ്വർണ്ണ കേസ് എന്തായി? എക്സാലോജിക് ഡേറ്റ വിറ്റു എന്ന കേസ് എന്തായി? ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസ് എന്തായി? കരിമണൽ കർത്താവിൽ നിന്ന് ചെയ്യാത്ത ജോലിക്ക് കോടിക്കണക്കിന് രൂപ വാങ്ങി പിണറായിയുടെ മകളുടെ കേസ് എന്തായി? സഹകരണ ബാങ്ക് കൊള്ളയുടെ കേസ് എന്തായി? രക്തസാക്ഷി ഫണ്ട് പോലും അടിച്ചുമാറ്റിയ കേസ് എന്തായി? എന്തിനാണ് അഴിമതി നടത്താതെ അപൂർവം കമ്മ്യൂണിസ്റ്റുകാരിൽ ഒരാളായ ജി സുധാകരനെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ പത്രസമ്മേളനത്തിൽ വെച്ച് അപമാനിച്ചത്? തളിപ്പറമ്പിൽ എന്തിനാണ് എം വി ഗോവിന്ദന്റെ ഭാര്യ പി കെ ശ്യാമളയെ മത്സരിപ്പിക്കുന്നത്? ഇത് കുടുംബവാഴ്ചയല്ലേ? തളിപ്പറമ്പിൽ വേറെ സഖാക്കളൊന്നും ഇല്ലേ? ഇതേ പി കെ ശ്യാമള കാരണമല്ലേ നൈജീരിയയിൽ നിന്ന് നാട്ടിലെത്തി 16 കോടി രൂപ മുടക്കി ഒരു ഓഡിറ്റോറിയം കിട്ടുന്നതിൽ വേണ്ട ലൈസൻസ് മനഃപൂർവ്വം വെച്ച് താമസിപ്പിച്ചു എന്നതിനെ തുടർന്ന് 49 വയസ്സായ സാജൻ പറയിൽ ആത്മഹത്യ ചെയ്തത്? ഇതേ പി കെ ശ്യാമള കാരണം തന്നെയല്ലേ? 75 വയസ്സിന് മുകളിലുള്ള എല്ലാ സഖാക്കളെയും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നും പാർട്ടിയിലെ ഉയർന്ന സ്ഥാനങ്ങളിൽ നിന്നും മാറ്റി നിർത്തുമ്പോൾ ഇത് രണ്ടും എന്തുകൊണ്ട് പിണറായി വിജയന് മാത്രം ബാധകമാകാത്തത് എന്ന് എന്തുകൊണ്ടാണ് ഒരു സഖാവ് പോലും ചോദിക്കാത്തത്? പോളിറ്റ് ബ്യൂറോ എന്നൊരു സാധനവും അതിന്റെ ജനറൽ സെക്രട്ടറി എന്ന ആളും ഇപ്പോഴും ഉണ്ടോ? ഒരേ വീട്ടിൽ നിന്ന് തന്നെ 2 മന്ത്രിമാർ പിണറായിയും റിയാസും ആയിരിക്കുന്നതിൽ സർവ്വരാജ്യ തൊഴിലാളി സംഘടനയ്ക്ക് എന്തുകൊണ്ടാണ് യാതൊരു എളുപ്പം തോന്നാത്തത്? ചോദ്യങ്ങൾ ഇനിയുമുണ്ട്. പക്ഷേ മമ്മൂട്ടി വയനാട് ജില്ലാ സെക്രട്ടറിയോട് മാറി നിൽക്കാൻ പറഞ്ഞത് ഞാൻ കാണുന്ന വേറെ ഒരർത്ഥത്തിലാണ്. അത് കേരളത്തിലെ ജനങ്ങൾ പിണറായി വിജയനോട് മാറി നിൽക്കാൻ പറയുന്നതിന്റെ ഉണർത്തുപാട്ടാണ്.